ലൈംഗിക പീഡന കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് കൂടുതൽ കുരുക്കായി പീഡന പരാതിയുമായി മറ്റൊരു യുവതി കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരിയുടെ പരാതി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് ഇമെയിൽ മുഖേനയാണ് യുവതി പരാതി നൽകിയത്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിലാണ് ഈ പെൺകുട്ടിയുടെ പരാതി. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് വിവരം ശേഖരിച്ചിരുന്നു. എന്നാൽ നിയമ നടപടിക്ക് തയ്യാറല്ല എന്ന് പെൺകുട്ടി അറിയിക്കുകയായിരുന്നു. പക്ഷേ മറ്റൊരു യുവതിയുടെ പരാതിയിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നതിനിടയിലാണ് ബാംഗ്ലൂർ സ്വദേശിനിയായ യുവതി കോൺഗ്രസ് നേതൃത്വത്തിന് വീണ്ടും പരാതി നൽകിയിരിക്കുന്നത്. പാർട്ടി നേതൃത്വത്തിന് പെൺകുട്ടി നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതി ലഭിച്ചിട്ടില്ല എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഈ പെൺകുട്ടി വീണ്ടും പരാതി അയച്ചത്. ഇതിനിടയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആദ്യമായാണ് പരാതി ലഭിക്കുന്നത് എന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. രാഹുലിനെതിരായി ആദ്യമായി രേഖാമൂലം പരാതി നൽകിയ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും പ്രതിപക്ഷ നേതാവ് VD സതീശനും രാഹുൽ ഗാന്ധിക്കും പരാതിയുടെ പകർപ്പ് മെയിൽ ചെയ്തിരുന്നുവെന്നാണ് റിപ്പോർട്ട്. വിവാഹ വാഗ്ദാനം നൽകിയാണ് തന്നെ ചൂഷണം ചെയ്തത് എന്നാണ് ബാംഗ്ലൂർ സ്വദേശിയായ യുവതി കോൺഗ്രസ് നേതാക്കൾക്ക് അയച്ച പരാതിയിൽ പറയുന്നത്. 2023 സെപ്റ്റംബറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ബന്ധപ്പെടുന്നത്. ആദ്യം ഇൻസ്റ്റാഗ്രാമിലൂടെയും പിന്നീട് ടെലഗ്രാം നമ്പർ വാങ്ങി അതിലൂടെയുമായിരുന്നു ചാറ്റിംഗ്. തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നടക്കം രാഹുൽ പറഞ്ഞിരുന്നു. രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം തന്റെ തൊഴിൽപരമായ ആഗ്രഹങ്ങൾക്ക് ഒരു തടസ്സമാവില്ല എന്ന് ഉറപ്പ് നൽകുകയും എന്റെ ഭാവി ലക്ഷ്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും രാഹുൽ വാഗ്ദാനം ചെയ്തിരുന്നതായും പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. രാഹുലിന്റെ നിരന്തരമായ നിർബന്ധത്തിന് ശേഷം താൻ വിവാഹാലോചനയെക്കുറിച്ച് തന്റെ കുടുംബത്തോട് പറഞ്ഞു. രാഷ്ട്രീയക്കാരനായ ഒരാളെ വിവാഹം കഴിക്കുന്നതിനോടുള്ള എതിർപ്പ് പെൺകുട്ടിയുടെ വീട്ടുകാർ അറിയിച്ചു. പിന്നീട് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് വീട്ടുകാർ വിവാഹത്തിന് സമ്മതിച്ചത് എന്നും പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ കുടുംബത്തെ കാണുന്നതിന് മുൻപായി തന്നെ തനിച്ചു കാണണമെന്ന് രാഹുൽ നിർബന്ധം പിടിച്ചതായി യുവതി പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് എന്നായിരുന്നു ഇതിന് കാരണമായി രാഹുൽ പറഞ്ഞിരുന്നത്. ഫെനി നൈനാൻ എന്ന സുഹൃത്തിനൊപ്പമാണ് രാഹുൽ വന്നത്. നഗരത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള ഒറ്റപ്പെട്ട ഒരു ഹോം സ്റ്റേ പോലെയുള്ള കെട്ടിടത്തിലേക്കാണ് അവർ കൊണ്ടുപോയത്. ആ സ്ഥലം ഒരു സുഹൃത്തിൻ്റെതാണ് എന്നും താനൊരു പൊതുപ്രവർത്തകൻ ആയതിനാൽ അവിടെ വെച്ച് കാണുന്നത് തങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കുമെന്നും രാഹുൽ തന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. രാഹുലിനെ വിശ്വസിച്ച് താൻ അകത്തേക്ക് കൂടെ പോയി. മുറിക്കുള്ളിൽ എത്തിയ ഉടൻ സംസാരത്തിന് നിൽക്കാതെ ബലം പ്രയോഗിച്ച് ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുകയായിരുന്നു രാഹുൽ എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. തനിക്ക് താല്പര്യമില്ല എന്നും സമയം വേണമെന്നും പറഞ്ഞപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന കാമുകന്മാർക്കിടയിൽ ഇത്തരം അടുപ്പം സ്വാഭാവികമാണ് എന്നായിരുന്നു രാഹുലിന്റെ മറുപടിയത്രേ. തന്റെ എതിർപ്പ് വകവയ്ക്കാതെ അദ്ദേഹം ക്രൂരമായി ആക്രമിക്കുകയും മാനഭംഗപ്പെടുത്തുകയും ചെയ്തു. ശേഷം വിവാഹത്തോടുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ രാഹുൽ നിലപാട് മാറ്റി. ആരെയും വിവാഹം കഴിക്കാൻ തനിക്ക് ഉദ്ദേശമില്ല എന്നും തന്റെ രാഷ്ട്രീയ ജീവിതം ഭാര്യയ്ക്കോ കുട്ടിക്കോ ആവശ്യമായ ശ്രദ്ധ നൽകാൻ തന്നെ അനുവദിക്കില്ല എന്നുമായിരുന്നു രാഹുലിന്റെ മറുപടി. ഇതോടെ താൻ തകർന്നുപോയി. ഇത് കടുത്ത മാനസിക സംഘർഷമുണ്ടാക്കിയതായും പരാതിയിൽ യുവതി പറയുന്നു. രാഷ്ട്രീയ സ്വാധീനം ദുരുപയോഗം ചെയ്ത് യുവതികളെ ചൂഷണം ചെയ്യുന്ന ലൈംഗിക വേട്ടക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നും യുവതി ആരോപിക്കുന്നു. പൊതുജനങ്ങളുമായി, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളുമായി ഇടപഴകേണ്ടി വരുന്ന പദവി വഹിക്കുന്നതിൽ നിന്ന് രാഹുലിനെ തടയണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന് ഇതിനകം തന്നെ വിവരങ്ങൾ കൈമാറിയതായും യുവതി പറയുന്നുണ്ട്. പുതിയ പീഡന പരാതി KPCC നേതൃത്വവും പോലീസ് മേധാവിക്ക് കൈമാറി. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞത്. നേരത്തെയുള്ള ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കെയാണ് രാഹുലിനെതിരെ പുതിയ പരാതി വരുന്നത്. അതേസമയം മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് അടച്ചിട്ട മുറിയിലാകണമെന്നും സ്വകാര്യത മാനിക്കണമെന്നും ആവശ്യപ്പെട്ട് രാഹുൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. BNS 366 വകുപ്പ് പ്രകാരമാണ് രാഹുൽ ഹർജി നൽകിയത്.
കോടതിക്ക് നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പൂർണ്ണ വിലക്കേർപ്പെടുത്താൻ ഈ വകുപ്പ് പ്രകാരം കഴിയും. വാർത്ത കൊടുക്കുന്നതിന് കോടതിയുടെ മുൻകൂർ അനുമതി ആവശ്യപ്പെടാം. ബലാത്സംഗ കേസുകളിൽ കോടതിക്ക് ഇതിൽ ഇളവ് വരുത്താനുമാകും. പ്രതിയുടെയോ ഇരയുടെയോ പേരൊഴിവാക്കി വാർത്ത കൊടുക്കാൻ കോടതിക്ക് അനുമതി നൽകാം. പരാതിക്കാരിക്കെതിരായ ഫോട്ടോകൾ, പരാതിക്കാരിയുമൊത്തുള്ള വാട്സാപ്പ് ചാറ്റുകളുടെ ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ്, ഫോൺ സംഭാഷണങ്ങളുടെ റെക്കോർഡ് എന്നിവയും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ താമസിച്ചത് തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാംഗ്ലൂരിലെ റിസോർട്ടിലാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിലെ റിസോർട്ടിൽ പോലീസ് എത്തുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങി. ഞായറാഴ്ചയാണ് രാഹുൽ റിസോർട്ടിൽ എത്തിയത് എന്നും അതിനുശേഷം കർണാടകയിലേക്ക് കടന്നുവെന്നുമാണ് സൂചന. ഒളിവിലുള്ള രാഹുൽ കാറുകൾ മാറി മാറി ഉപയോഗിക്കുന്നതായും സംശയമുണ്ട്. നേരത്തെ ചുവന്ന പോളോ കാറിൽ തമിഴ്നാട് അതിർത്തി വരെ പോയ രാഹുൽ അവിടെ നിന്ന് മറ്റൊരു കാറിൽ കയറുകയും ബാംഗ്ലൂരുവിൽ എത്തുകയായിരുന്നുവെന്നുമാണ് വിവരം. അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെ വ്യാഴാഴ്ച വൈകിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊള്ളാച്ചിയിലേക്കാണ് കടന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന് പിന്നാലെ കോയമ്പത്തൂരിലേക്കും പോയി. ഹൈവേ ഒഴിവാക്കി ജില്ലാ അതിർത്തിയായ കൊഴിഞ്ഞാമ്പാറ വഴിയാണ് MLA കടന്നത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. CCTV ഉള്ള പാതകൾ പരമാവധി ഒഴിവാക്കിയാണ് യാത്ര. രാഹുലിനൊപ്പം കേസിലെ രണ്ടാം പ്രതിയായ ജോബി ജോസഫും ഉണ്ടെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. രാഹുൽ തിരുവനന്തപുരത്ത് വക്കാലത്തൊപ്പിടാൻ എത്തി എന്നത് അന്വേഷണം വഴിതെറ്റിക്കാനുള്ള കുബുദ്ധിയായാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഞായറാഴ്ച വരെയുള്ള രാഹുലിന്റെ സഞ്ചാരപാത ഇതിനകം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനിടെ പാലക്കാട് തുടരുന്ന SIT സംഘം രാഹുലിന്റെ ഫ്ളാറ്റിലെത്തി കെയർടേക്കറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് 4:30 ഫ്ളാറ്റിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി എന്നും രാഹുൽ വ്യാഴാഴ്ച വൈകിട്ട് ഫ്ളാറ്റിൽ എത്തിയതിനെ കുറിച്ച് അറിയില്ല എന്നുമാണ് കെയർടേക്കർ മൊഴി നൽകിയിരിക്കുന്നത്. CCTV സംവിധാനത്തിൽ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നും കെയർടേക്കർ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനിടെ രാഹുലിന്റെ അറസ്റ്റ് നടപ്പാക്കാൻ ജാമ്യ ഹർജി പരിഗണിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല എന്നാണ് പോലീസിന്റെ തീരുമാനം. നിർബന്ധിത ഗർഭചിത്രമടക്കം താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് യുവതി വിശദമായ മൊഴി നൽകിയ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ.